friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ചൈനീസ് സ്റ്റൈലിലെ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ചില്ലി ചിക്കൻ ഞാനിവിടെ റെഡിയാക്കുന്നത്. ചൈനീസ് സ്റ്റൈലിൽ എങ്ങനെയാണ് ചില്ലി ചിക്കൻ റെഡിയാക്കുന്നത് നോക്കാം. ചില്ലി ചിക്കൻ റെഡിയാക്കുന്നതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ തിരഞ്ഞെടുക്കുമ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിനേക്കാൾ നല്ലത് ബോൺസോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗിയിലൊക്കെ യൂസ് ചെയ്യുന്ന ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്കായിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺ പൗഡർ, ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 1 മുട്ട ചേർക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് മുട്ട ചേർക്കുന്നത് നിർബന്ധമാണ്, കാരണം ചൈനീസ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലവർ മുട്ട ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ കോൺ പൗഡറും മൈദയൊക്കെ ചേർത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കാനുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ ആക്കിയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പോൾ അങ്ങനെ ഗോൾഡൻ നിറമാകാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കറുത്തു പോകും. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ ചിക്കൻ്റെ ഉൾഭാഗം നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഗോൾഡൻ കളറിലായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉൾഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് 400 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺ പൗഡർ ചേർക്കാം. കോൺ പൗഡർ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചേർത്തതുപോലെ തന്നെ ഈ ചിക്കൻ ക്യൂബ്സ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. നമ്മൾ മാഗിയിലൊക്കെ ഉപയോഗിക്കില്ല, അതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. ചില്ലി സോസ് 4 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 4 ടേബിൾ സ്പൂൺ, സോയ സോസ് 2 ടേബിൾ സ്പൂൺ. ഇനി ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചൈനീസ് ഡിഷായിട്ടുള്ള ചില്ലി ചിക്കൻ്റെ മെയിൻ സോസ്. ഇതാണ്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് 5 പീസ് വെളുത്തുള്ളി എടുത്തിരുന്നു. ഇത് തോല് കളയാതെ തന്നെ ചതച്ചെടുത്തതാണ്. 4 പീസ് പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. 2.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത്. ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് ബ്രൗൺ ആക്കിയൊന്ന് വഴറ്റിയെടുക്കേണ്ട. ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അല്പം ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സവാളയാണ്. മീഡിയം സൈസ് സവാള ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചില്ലി ചിക്കൻ നമ്മൾ സവാളയും തക്കാളിയും ക്യാപ്സിക്കവും കട്ട് ചെയ്യുമ്പോൾ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ക്യൂബ്സായി കട്ട് ചെയ്തെടുത്ത് തന്നെയാണ് ഇതിലേക്ക് ചേർക്കാം. ഇനി ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിപ്പമുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസ് ചേർക്കാം. ഒരുപാട് ബ്രൗൺ ആക്കിയൊന്നും വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവിയോട് കൂടിയിട്ടാണ് റെഡിയാക്കണം എന്നുള്ളവർക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യത്തിൽ ഗ്രേവി ഉണ്ടാകും. ഞാനിവിടെ അധികം ഗ്രേവി ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചൈനീസ് ഡിഷിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. സീസേം ഓയിലില്ല, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർ ചേർക്കണം എന്നില്ല, പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. അതിന് നമ്മുടെ ചൈനീസ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ റെഡിയാക്കാനായിട്ട്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കനിൽ നിന്ന് വ്യത്യസ്തമായ രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാനിടുന്ന എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.